സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖബറിലെ ശിക്ഷ കാണിക്കപ്പെടുകയാണ്. ഖബറിലെ ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെടുകയാണ്, അവിടുത്തെ കേൾക്കുകയാണ്. ആ ഘട്ടത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടിട്ട്, ആ അട്ടഹാസവും ശബ്ദവും കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സ്വഹാബിമാരോട് പറയാണ്, ഇന്നഹുമാ, ഈ ഖബറിന്റെ രണ്ടാളുകൾ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ടുപേരും ലയുഅദ്ദബാൻ, അവർ രണ്ടാളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ അതൊക്കെ ചിന്തിക്കാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്ത, ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമൊന്നുമായിരുന്നില്ല. മാത്രമല്ല വലിയ പാപവുമായിരുന്നു അത്. എന്നിട്ടും അവരതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ പോയവരാണ്. എന്താണ് ആ രണ്ട് പാപങ്ങളെന്നോ, എന്താണ് ആ രണ്ടാളുകളുടെ കുറ്റമെന്നോ? അവരിൽ ഒരാളതാ ഫകാന യസ്ആ ബിൻ നമീമാ, ഏഷണി കൊണ്ട് നടക്കലാണ് അയാളുടെ പണി. ഏഷണി പറയലാണ്. എന്താ ഏഷണി? രണ്ട് തലയും കത്തിച്ച് നടുക്ക പിടിക്കുക, അപ്പുറോ പുറോ ഓരോന്ന് കൊളത്തി നോണ പ്രചരിപ്പിക്കുക, അങ്ങനെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുക. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഫയുഅദ്ദബു ഫിൽ ഗീബത്തി, ഗീബത്തിന്റെ കാര്യത്തിലാണ് അയാൾ ശിക്ഷിക്കപ്പെടുന്നത്. അതാ മറ്റുള്ളവന്റെ അഭിമാനത്തെ നോക്കാതെ അവന്റെ അഭിമാനത്തെ ചിപ്പിച്ച് ചീന്തുകയും അവനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തുകയും, അങ്ങനെ ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ വേണ്ടി ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളിലുള്ള കാര്യമാണെങ്കിലും ശരി, അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടില്ലേ ഗീബത്ത് എന്താണെന്ന്? അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തയാളെ കുറിച്ച് പറയലാണ്, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തയാളെ കുറിച്ച് പറയലാണ് ഗീബത്ത്. ഉടനെ ചോദ്യം വന്നല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണെങ്കിലോ, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളത് തന്നെയാണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് തന്നെയാണ് ഗീബത്ത്. ഉള്ളത് പറഞ്ഞാൽ തന്നെയാണ് ഗീബത്ത്, ഇല്ലാത്തതും കൂടിയാണെങ്കിലോ നീ അയാളെ പറ്റി കള്ളവും പറഞ്ഞു. അപ്പൊ രണ്ട് ശിക്ഷയായി. ഉള്ളത് തന്നെ പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് കൂടിയാണെങ്കിലോ ഗീബത്തുമായി കെദിബുമായി, രണ്ടും ഏറ്റവും വലിയ പാപമായി. ഖബറിൽ ശിക്ഷ കിട്ടുന്ന, ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് അത്തരക്കാർ. നമ്മൾ അള്ളാഹുവിനോട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ സൂക്ഷിച്ചോ, അത് റിക്കാർഡാക്കപ്പെടുന്നു, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. ഗീബത്ത് വേണ്ട, നമീമത്ത് വേണ്ട. കാരണം നേതാ ഖബറിലുള്ള ശിക്ഷ വളരെ ഭീകരമാണ്. രണ്ടാമത്തെ വ്യക്തിയത, അയാൾ ശിക്ഷിക്കപ്പെടാൻ മറ്റൊരു പാപമാണ് കാരണമായത്. ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, അയാൾ മൂത്രത്തിൽ നിന്ന് വൃത്തിയാകാറില്ല, മൂത്രത്തിൽ നിന്ന് അയാൾ വൃത്തിയാകാറില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞത്? അതാ മനുഷ്യന്റെ ശരീരം ഇബാദത്ത് ചെയ്യുമ്പോ വൃത്തിയാവണ്ടേ, അവന്റെ വസ്ത്രം വൃത്തിയാവണ്ടേ, അവൻ നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയാവണ്ടേ. അതാ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആമുഖം തന്നെ വൃത്തിയോടുകൂടെയാണല്ലോ. നിസ്കാരത്തിന്റെ ചാവി തന്നെ ഉളുവാണ്. ആ ഉളു ചെയ്തിട്ട് ഒരാളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അവന്റെ ശരീരം, അവന്റെ വസ്ത്രം, അവൻ നമസ്കരിക്കുന്ന ഇടം എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാകണമല്ലോ. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രത്തിലേക്ക്, അയാളുടെ ശരീരത്തിലേക്ക് മൂത്രം തെറിക്കുന്നത് അയാൾക്ക് പേടിയില്ല. അതിനയാൾ മറ സ്വീകരിക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, തനസ്സഹു, തനസ്സഹു, നിങ്ങൾ വൃത്തിയാവണേ, നിങ്ങൾ വൃത്തിയാവണേ മിനൽ ബൗലി, മൂത്രത്തിന്റെ നജസിൽ നിന്ന്, മൂത്രത്തിൽ നിന്ന് നിങ്ങൾ വൃത്തിയാവണേ. ഫഇന്ന അമ്മത അദാബൽ ഖബരി മിൻഹു, ഖബർ ശിക്ഷയിലെ ഏറ്റവും പൊതുവായ മുഖ്യമായ ഭാഗം ഈ രൂപത്തിലുള്ള വൃത്തികേട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ.
ആലോചിച്ചു നോക്കൂ, നമ്മൾ വളരെ നിസ്സാരായിട്ട് കാണുകയാണ്. ഇറുകിയ വസ്ത്രം ധരിച്ചിട്ടതാ ഇന്നൊരു ഫാഷനാണ്. മനുഷ്യനതാ വളരെ ഇറുകിയ ടൈറ്റുള്ള വസ്ത്രം ധരിക്കും. എന്നിട്ടവനതാ മൂത്രമൊഴിക്കാനിരുന്നാൽ ഇരുന്നൊഴിക്കുന്ന നേരത്ത് അവന് തോന്നും വൃത്തിയായിട്ടുണ്ടെന്ന്, മൂത്രമെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് അവന് തോന്നും. അവനതാ കഴുകിയിട്ട് ധൃതിയിൽ എഴുന്നേറ്റ് നടക്കുമ്പോഴേക്ക്, അതാ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക്, അതല്ലെങ്കിൽ രണ്ടടി വെക്കുമ്പോഴേക്ക് മൂത്രം അവന്റെ ശരീരത്തിലേക്ക് വീഴുകയാണ്, അവന്റെ അടിവസ്ത്രത്തിലേക്ക് മൂത്രം കിനിയുകയാണ്. അത് ചിന്തിക്കാതെ, അതിനെ പറ്റി ആലോചിക്കാതെ ശരീരത്തിൽ അതാ അവന് നിന്ന് മൂത്രമൊഴിക്കുമ്പോ, ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഈ നജസ് തെറിച്ചതവൻ ശ്രദ്ധിക്കുന്നില്ല. അതിനെപ്പറ്റി അവന് ഭീതിയില്ല. അവന്റെ വസ്ത്രത്തിലായോ എന്ന നോട്ടമില്ല. അവനതാ അതിനെപ്പറ്റി ശ്രദ്ധയില്ലാതെ ഈ വൃത്തികേട് രൂപത്തിലാണ് അവൻ നടക്കുന്നതെങ്കിൽ അതാ ഖബറിൽ ശിക്ഷ ഉറപ്പ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബർ ശിക്ഷയിലെ ബഹുഭൂരിഭാഗവും ഈ മൂത്ര സംബന്ധമായി മനുഷ്യൻ ശ്രദ്ധിക്കാത്തതിനാൽ വന്നു ചേരുന്ന ശിക്ഷകളാണ്. എത്ര ഗൗരവമാണ്! ആലോചിക്കണം. ഇന്ന് ആളുകൾക്ക് അതിന് നേരമില്ല. എല്ലാവരും വളരെ ബിസിയാണ്, തിരക്കാണ്, പെട്ടെന്ന് ഓടുകയാണ്. അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മൂത്രം വാർന്നുപോയോ എന്ന് ചിന്തിക്കാൻ നേരമില്ല. എന്നാൽ ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം ആളുകൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും പിന്നെയും വസുവാസോടുകൂടെ ഇങ്ങനെ ഇരിക്കണമെന്നല്ല. എനിക്കുറപ്പുണ്ടാകണം എന്റെ വസ്ത്രത്തിൽ മൂത്രമില്ലെന്ന്, എന്റെ ശരീരത്തിൽ മൂത്രമില്ലെന്ന്. ഓരോരുത്തർക്കും അത് ഉറപ്പുണ്ടാകണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതല്ലാതെ മൂത്രം പോയോ ഇല്ലേ എന്നിങ്ങനെ വസുവാസോടുകൂടി അതൊരു രോഗമായി കൊണ്ട് നടക്കണം എന്നല്ല. എന്റെ കാര്യം ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത്? എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ? നിങ്ങളിൽ ഓരോരുത്തരുടെയും ഖബറുകളിൽ നിങ്ങൾ ഓരോരുത്തരും മാത്രമാണല്ലോ. അള്ളാന്റെ അടുക്കൽ നിന്ന് ശിക്ഷ വരുമ്പോ മറ്റുള്ളവൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാനും പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്ന് തോന്നരുതല്ലോ. ആര് നമ്മെ പരിഹസിച്ചാലും, ആര് നമ്മെ എത്ര നേരം എടുക്കുന്നയാളാണെന്ന് പറഞ്ഞാലും മൂത്രമൊഴിക്കുന്ന നേരത്ത് ശരീരത്തിൽ എന്നത് വാർന്നു പോകുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. വസ്ത്രം വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി എങ്ങാനും തെറിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരം ശരിയല്ലെങ്കിൽ അവന്റെ സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരങ്ങളും അവൻ ചെയ്യുന്നതൊന്നും ശരിയാവാത്ത നിലക്ക് ശരീരത്തിൽ മാലിന്യവും കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അതെത്ര ഗൗരവമാണ്! മുൻ സമുദായങ്ങൾക്കുള്ള അത്രയൊന്നും പ്രയാസം നമുക്കില്ല. പല സമുദായങ്ങളിലും ശരീരത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ, വസ്ത്രത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങ് മുറിച്ചു നീക്കേണ്ടിയിരുന്നു. എന്താണ് ശരീരത്തിൽ അണിയുന്ന ഒരു വസ്ത്രത്തിൽ മുൻ സമുദായങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്തൊരു പ്രത്യേകമായ കർശന നിയമമുണ്ടായിരുന്നു. അവരുടെ വസ്ത്രത്തിൽ ഈ മൂത്രമായാൽ കഴുകിയാ മതിയായിരുന്നില്ല, ഭാഗം അങ്ങ് മുറിച്ചു നീക്കേണ്ടിയിരുന്നു. നമുക്കിന്ന് അതില്ലല്ലോ. വൃത്തിയാക്കാനല്ലേ പറഞ്ഞുള്ളൂ, കഴുകാനല്ലേ പറഞ്ഞുള്ളൂ, ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കാതെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്നുവെങ്കിൽ ഖബറിൽ ഭീകരമായ ശിക്ഷയാണ്. അങ്ങനെ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് നമ്മൾ ഗൗരവത്തോടുകൂടെ ഓർക്കണം. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒട്ടേറെ ആ വിഷയത്തിലുള്ള പാപങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് തരം പോലെ അടുത്ത നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ എല്ലാ രൂപത്തിലുള്ള ശിക്ഷകളിൽ നിന്നും നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഭീകരമായ ശിക്ഷകളിൽ നിന്നും ആ ശിക്ഷക്ക് കാരണമായി തീരുന്ന മഹാപാപങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.